വിശ്വാസികളുടെ സമൂഹമേ, അല്പസമയം നിങ്ങളോട് ചിന്തിക്കുന്ന വിഷയം പഴയ നിയമ പുസ്തകത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. 1 സമൂയേൽ 1:21 മുതൽ 2:11 വരെയുള്ള വേദഭാഗങ്ങളിൽ കാണുന്ന ഒരു വ്യക്തി, ഹന്ന എന്ന വ്യക്തിയെക്കുറിച്ചാണ് അല്പനിമിഷങ്ങൾ നിങ്ങളോട് ഞാൻ ചിന്തിക്കുന്നത്. ഹന്ന എൽക്കാനയുടെ ഭാര്യയായിരുന്നു. അതിനേക്കാളിലുപരി നിങ്ങൾക്കറിയാം, ഹന്നായ്ക്കൊരു മകനുണ്ടായിരുന്നു. ആ മകൻ്റെ പേരെന്തായിരുന്നു? നിങ്ങൾ ഒരാൾ പറഞ്ഞേ. സൗമേൽ ബാലൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ കൃപ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുണ്ടായിരുന്നു ഹന്നയ്ക്ക്. 1 സമൂയേലിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. യഹൂദന്മാരുടെ ചിന്താഗതി പ്രകാരം സന്താനമില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് ഏറ്റവും ശാപകരമായ ഒരവസ്ഥയായിരുന്നു. ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് യഹൂദന്മാർക്ക് ദൈവം തമ്പുരാൻ കൊടുത്ത വാഗ്ദത്തം. എന്നാൽ ഇവിടെ ഹന്ന എന്ന മകൾക്ക് വിവാഹം കഴിച്ച ശേഷവും മക്കളില്ലാതെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹന്നായെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഹന്നായുടെ ജീവിതത്തിലേക്ക് നമുക്കൊരു എത്തിനോട്ടം നടത്താം. ഈ ഹന്നായുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ പ്രത്യേകത, ഭർത്താവിൻ്റെ സ്നേഹപാത്രമായ ഹന്ന. ഈ ബൈബിളിൽ ഹന്ന എന്ന കഥാപാത്രം എന്തുകൊണ്ടാണ് നിറഞ്ഞു നിൽക്കുന്നത്? ഈ ഹന്നയുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മളൊരു പഠനം നടത്തുന്നത്. ഒന്നാമത്, ഭർത്താവിൻ്റെ സ്നേഹപാത്രമായ ഹന്ന. 1 സമൂയേൽ 1:2 വായിക്കാമോ? സമൂയേൽ 1:2. എൽക്കാനയ്ക്ക് 2 ഭാര്യന്മാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളുണ്ടായിരുന്നില്ല. ഇതാണ് ഈ വേദഭാഗം. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, എൽക്കാനയിൽ മക്കളുണ്ടായിരുന്നു. എന്നാൽ ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. ഈ 1 സമൂയേൽ 1:5 നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പെനീനേക്കാളിൽ അധികമായിട്ട് എൽക്കാന ഹന്നയെ സ്നേഹിച്ചു. എന്തുകൊണ്ടാണ് എൽക്കാന മക്കളില്ലാഞ്ഞിട്ടും ഹന്നയെ സ്നേഹിച്ചത്? ഇവരുടെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടായിരുന്നു. നല്ല സ്വഭാവത്തിനുടമയായിരുന്നു ഹന്ന. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് ഭാര്യമാരാണ്. ആ വീട്ടിലെ സ്ത്രീകൾ ആരാണോ അവരാണ് ആ കുടുംബത്തിൻ്റെ വിളക്ക്. ഇവിടെ ഈ കുടുംബത്തിൻ്റെ വിളക്ക് ഹന്നയായിരുന്നു. ഒരു വീട്ടിൽ ഒരു വീട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾ എപ്പോഴും
സ്വഭാവ വൈശിഷ്ട്യമുള്ളവരായിരിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാനേഴ്സും അങ്ങനെയുള്ളതൊക്കെയും കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിലാണ് ജീവിച്ചിരിക്കും. നമ്മൾ പല വീടുകളിലും വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കും, പുരുഷന്മാരെക്കാളിൽ സ്ത്രീകൾ നല്ലപോലെ ഇടപെടുന്ന ഭവനങ്ങളുണ്ട്. ആ പുരുഷന്മാരുടെ കുറവുകൾ പോലും സ്ത്രീകൾ മാറ്റിക്കൊടുക്കുന്ന ഭവനങ്ങളുണ്ട്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ സ്ത്രീകൾ എങ്ങനെയാണോ നമുക്കറിയുവാൻ സാധിക്കും. പെട്ടെന്ന് സ്വഭാവ വൈശിഷ്ട്യമുള്ളവളാണോ, പ്രാർത്ഥിക്കുന്ന കുടുംബമാണോ, ഇതൊക്കെ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും പ്രാർത്ഥന, ഒരു വീട്ടിലെ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദു ഒരു സ്ത്രീ ആയിരിക്കണം. സാധാരണ പറയാറുണ്ട്, സ്ത്രീകളൊക്കെയും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. പുരുഷന്മാരെക്കാളിൽ കരയുവാനുള്ള കഴിവ് സ്ത്രീകൾക്ക് കൂടുതലാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥനയും കണ്ണുനീരോടുള്ള പ്രാർത്ഥനയൊക്കെയും കുറഞ്ഞു പോയി. ഇന്ന് കരയുവാൻ നമുക്ക് കണ്ണുനീരില്ല. ഇന്ന് കണ്ണിലൊരു പൊടി വീണാൽ പോലും കരയത്തില്ല, കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ല. കണ്ണിലൊരു ഈച്ച വീണാൽ പോലും നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരത്തില്ല. പ്രിയമുള്ളവരെ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാം ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് മാറുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ പ്രവർത്തിക്കും. ഈ ഹന്ന ഇവളുടെ ജീവിതത്തിൽ വിശുദ്ധിയുള്ളവളായിരുന്നു. ഇവള് ഈ ഭർത്താവിൻ്റെ സ്നേഹം മാത്രമായിരുന്നു. കാരണം ഇവളുടെ ജീവിത വിശുദ്ധിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്, ഹന്നയുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും ദൈവാശ്രയമുള്ള സ്ത്രീ. ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. പക്ഷേ ഈ ഹന്നയ്ക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചിരുന്നില്ല. സ്വന്തം സഹോദരിയായ പെനീന ആക്ഷേപിച്ചപ്പോൾ, അവൾ കുറ്റം പറഞ്ഞപ്പോൾ ഹന്ന നീരസപ്പെടാതെ ഉപവാസത്തോട് ഹൃദയഭാരത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം സഹോദരി പെനീന അവളെ ആക്ഷേപിച്ചു, മക്കളില്ലാത്തവൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അവൾ ഉപവാസത്തോടും കണ്ണുനീരോടും കൂടി ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. 1 സമൂയേൽ 1:7-8 വാക്യങ്ങൾ നമുക്കിത് കാണുവാൻ സാധിക്കും. ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ, മറ്റുള്ളവരെ തള്ളിക്കളയുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആരെയും കൈവിടാത്ത ഒരു ദൈവം തമ്പുരാൻ എൻ്റെ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഹൃദയഭാരമുള്ളപ്പോൾ അവൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ഹൃദയഭാരങ്ങളെ ഇറക്കി വെക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മൾ ഹൃദയഭാരങ്ങൾ വരുമ്പോൾ ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എങ്ങും ധൈര്യം കിട്ടുന്നില്ല. ഈ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഓടുകയാണ്. പക്ഷേ ദൈവകരങ്ങളിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇന്ന് പല ആൾക്കാരും ജീവിത നൈരാശ്യം മൂലം ജീവൻ അവസാനിപ്പിക്കുന്നു. ഞാൻ കേരളത്തിന് വെളിയിൽ പാറ്റ്ന എന്ന സ്ഥലത്ത്, ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്ന എന്ന സ്ഥലത്ത് പാറ്റ്ന പള്ളിയിൽ വികാരിയായിരിക്കുന്ന അച്ഛന എൻ്റെ ഇടവകയിൽ 2 ആഴ്ച മുമ്പ് ഒരു സ്ത്രീ
ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി മരണം മുമ്പിൽ കണ്ടു. ലോകത്തൊന്നും കടന്നുപോയി. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് പലപ്പോഴും. ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്നു. ഇന്ന് കൂടി വരികയാണ്. ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിലെ നാഗപ്പൂര് എന്ന സ്ഥലത്ത് ഒരു ദിവസം രാവിലെ നാഗപ്പൂരിൽ നിന്ന് എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിൽപ്പെട്ട ഒരു പയ്യനാണ് വിളിച്ചത്. ആ പയ്യൻ എന്നെ വിളിച്ച് പറയുകയാണ്, അച്ഛാ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ? അതച്ഛാ എനിക്ക് 50,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ജോലി സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് ലെറ്റർ കിട്ടി, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ ഇനിയും ജീവിക്കുന്നില്ല അച്ഛാ, എനിക്കിനിയും സീറോയാ, നാളെ തൊട്ട് ഞാൻ സീറോയാ. ഞാൻ പറഞ്ഞു, മോനെ നീ അവിടുന്ന് മുട്ടുകുത്തി നിൽക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഹൃദയഭാരങ്ങളെ ഒന്ന് ഇറക്കി വെക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മുന്നോട്ട് നീ നോക്ക്. ഒരു വാതിൽ അടയുമ്പോൾ പല വാതിൽ തുറന്നു തരുന്ന, ഒരു വാതിൽ അടയുമ്പോൾ 100 വാതിൽ തുറന്നു തരുന്ന ജീവിക്കുന്ന ദൈവം, സത്യമുള്ള ദൈവം ജീവിച്ചിരിക്കുന്നു. ഞാൻ ഈ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ഒരു വാതിൽ തുറന്ന് അടയുമ്പോൾ അത് ഞാൻ സൈഡിലോട്ട് ഒത്തിരി വാതിലുകൾ തുറന്നു വരുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ 5 മിനിറ്റ് നീ അവിടെ നിൽക്കുക, മരിക്കരുത്. മരിക്കാനായിട്ട് നിൽക്കുക. പെട്ടെന്ന് ഫോൺ കട്ടായി, ഒരു മറുപടിയില്ല. ഞാൻ വിചാരിച്ചു എന്തോ പറ്റി. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞ ഈ പയ്യൻ്റെ ഫോൺ എനിക്ക് ഇങ്ങോട്ട് വന്നു. അച്ഛാ ഞാൻ മരിക്കുന്നില്ല, എനിക്ക് മരിക്കാൻ പേടിയച്ഛാ, ഇനി ഞാൻ മരിക്കത്തില്ല. ഇന്ന് അവൻ 10-60,000 രൂപ ജോലി മേടിച്ച് മസ്കറ്റിൽ ജോലി ചെയ്യുന്നു. നല്ല കുഞ്ഞായിട്ട് വിവാഹമൊക്കെ കഴിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച് നല്ല ജോലിയിലൊക്കെ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു വാതിൽ അടയുമ്പോൾ 10 വാതിൽ തുറന്നു വരുന്ന ജീവിക്കുന്ന ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം തമ്പുരാനൻ എൻ്റെ മുമ്പിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവാശ്രയ ബോധത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം തരുന്ന ദൈവമുണ്ട്. പലപ്പോഴും നമ്മളിതൊന്നും ചെയ്യുന്നില്ല. പലപ്പോഴും നമുക്ക് ഇന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന എത്ര വീടുകളുണ്ട്? ഇന്ന് മുട്ടുകുത്തുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുട്ടുകുത്തുന്ന ഒറ്റ സ്ഥലം കാണത്തുള്ളൂ, പരുമരപ്പള്ളിയാണ്. ഇവിടെ വരുമ്പോൾ കുറച്ച് പേരൊക്കെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. എത്ര പേര് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇന്ന് മുട്ടുകുത്താൻ നമ്മുടെ മുട്ട് വളയുന്നില്ല, നമ്മൾ ഓടുകയാണ്. സമാധാനമില്ലാത്ത ഈ ലോകത്ത് സമാധാനത്തിന് വേണ്ടി നമ്മൾ ഓടുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിങ്കിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കണം. പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ എങ്ങും സമാധാനം കിട്ടത്തില്ല. പക്ഷെ സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അത് ദൈവത്തിൻ്റെ അടുക്കലാണ്. ഇതുപോലുള്ള പുണ്യസ്ഥലങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവാശ്രയ ബോധമുണ്ടായിരിക്കണം. ഈ ഹന്നായുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഹന്നായുടെ ദൈവാശ്രയ ബോധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1 സമൂയേൽ 1:19 പറയുന്നു. 1 സമൂയേൽ 1:19 പറയുന്നു, അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ചു. അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഫാമിലി പ്രയർ ആൻഡ് വർഷിപ്പ്. ഫാമിലി പ്രയർ ആൻഡ് വർഷിപ്പ്. അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഫാമിലി വർഷിപ്പ് ഇന്ന് എവിടെ കാണാൻ സാധിക്കും? കുടുംബ പ്രാർത്ഥനകൾ, രാവിലെയൊക്കെ എഴുന്നേറ്റ് എവിടൊക്കെയോ താളം തെറ്റി. ഇന്ന് ഈ ലോകത്തിൻ്റെ താളം എവിടൊക്കെയോ തെറ്റി.
അത് ഒന്നാമത്തെ കാരണം പ്രാർത്ഥന കുറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഹന്നായുടെ കുടുംബം, നിങ്ങൾ രാവിലെ കേട്ടിരിക്കും കിളികളൊക്കെയും ശബ്ദമുയർത്തുന്നത്. കാക്കയൊക്കെയും ഇന്ന് രാവിലെ 5 മണിക്ക് നമസ്കാരത്തിന് വന്നപ്പോൾ ഇവിടെ ഒരു കാക്ക ഇരിപ്പുണ്ട്. കാക്ക ഇങ്ങനെ കാക്കാന്നലക്കിയ, അതും നമസ്കാരമൊക്കെ പാടുകയായിരിക്കും, ദൈവത്തെയൊക്കെ പാടി സ്തുതിക്കുകയായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തം സൃഷ്ടിയായ നമ്മൾ പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്നത് എത്ര മണിക്കാണ്? അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എൻ്റെ പിതാവൊക്കെയും എൻ്റെ അച്ചാച്ചൻ മരിച്ചിട്ട് 3-4 വർഷമായി. രാവിലെ 4:30 അച്ചാച്ചൻ എണ്ണിക്കും. മുഖമൊക്കെ കഴുകിയിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന രഹസ്യ പ്രാർത്ഥനയൊക്കെയും ഉറക്കെ അങ്ങ് ചെല്ലും. അന്ന് ഞാൻ വിചാരിച്ചു ഈ അച്ചാച്ചന് വേറെ ജോലിയില്ലയോ, ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല, വെളുപ്പാങ്കാലത്ത് ഈ മനുഷ്യന് വേറെ ജോലിയില്ലയോ. അന്ന് ഞാൻ ചിന്തിച്ചു, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പക്ഷെ ഇന്നാണ് എനിക്ക് മനസ്സിലായത്, ആ പിതാവിൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെ അച്ചാച്ചൻ്റെ പ്രാർത്ഥനയാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ എഴുതി ഈ നിൽക്കുന്ന ഞാനാക്കിയത് എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞാൽ തോന്നുന്നു, 3-4 വർഷം മുമ്പ് ഇത് രാവിലത്തെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി വൈകിട്ടത്തെ ഒരു വീട്ടിൽ നടന്ന പ്രാർത്ഥനയെക്കുറിച്ച് ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഞാൻ 3 വർഷം മുമ്പ് നാട്ടിൽ വന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ഭവനമുണ്ടായിരുന്നു. ആ വീട്ടിൽ ഞാൻ പോകുമായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട്, സന്ധ്യാനമസ്കാരം നടത്തുവാനായിട്ട്. എല്ലാ ദിവസവും 6:30 നമസ്കരിക്കുന്ന ഒരു വീടായിരുന്നു. ഞാൻ 3 വർഷം മുമ്പ്, ഞാൻ 1 വർഷം മുമ്പായിരുന്നു ഈ സംഭവം, 3 വർഷം മുമ്പായിരുന്നു. അതിനു മുമ്പ് പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയത്. ഞാൻ 6:30 സമയത്ത് വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും, പിള്ളേരോട്ട് എല്ലാവരും ടി വിയുടെ മുമ്പിലുണ്ട്. ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ TV ചാനലുകളിൽ മാറി മറിയുകയാണ്. സ്ത്രീ ഒരു ജന്മം, സ്ത്രീ ഒരു പുണ്യം, സ്ത്രീ ഒരു ശാപം. അന്ന് തന്നെ സ്ത്രീയുടെ കുറേ സീരിയലുകളുണ്ട്. ഞാനും അവിടെ ഇരുന്ന ഈ സീരിയലിൻ്റെ പേരൊക്കെയും പഠിച്ചത്. അതിനിടയ്ക്ക് പിള്ളേർ ഓടി വരുന്നുണ്ട്, പിള്ളേർക്ക് കുങ്കാമ്പ കാണണം, പിള്ളേർ ഓടി വരുന്നുണ്ട്. ആകെ ഒരു ബഹളം. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഞാൻ വീട്ടിലുണ്ട്. ഒരു 9 മണിയായപ്പോൾ ഞാൻ നിവൃത്തികേടുകൊണ്ട് പറഞ്ഞു, അപ്പച്ച പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ അപ്പച്ച എന്നോട് പറയുകയാണ്, അച്ഛാ കായംകുളം കൊച്ചുണ്ണി വരുന്നു, കൊച്ചുണ്ണിയെ കണ്ടിട്ട് പ്രാർത്ഥിക്കാവുന്ന. അച്ഛാ കായംകുളം കൊച്ചുണ്ണി വരുന്നു, കൊച്ചുണ്ണിയെ കണ്ടിട്ട് പ്രാർത്ഥിക്കാവുന്ന. പ്രിയമുള്ളവരെ, മരങ്കര ക്രിസ്ത്യാനി, സത്യവിശ്വാസിയായ ക്രിസ്ത്യാനി കൊച്ചുണ്ണിയെ കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നവനായി തീർന്നെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അധികാലത്ത് ഹന്ന എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. അധികാലത്ത് അവൾ സർവ്വ സൃഷ്ടികളും ഒന്നായി പാടി പുകഴ്ത്തുന്ന ദൈവത്തെ, കിളികൾ കളകള ശബ്ദമുയർത്തി തൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുമ്പോൾ അവൻ്റെ സ്വന്തം സൃഷ്ടിയായ മനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തെ നിന്ന് ഓടി ഒളിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? ഇന്ന് കുഞ്ഞുങ്ങളൊക്കെയും വഴിതെറ്റിപ്പോകുന്നു. ആരാണ് ഉത്തരവാദി? 10, 15, 16 വയസ്സുള്ള പിള്ളേരാണ്. ഞാൻ ഈ കോഴഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറി വരുമ്പോൾ അവിടെ ക്യൂവിൽ നിൽക്കുന്നത്.
അവിടെ ഒരു മദ്യശാലയുണ്ട്. ആ മദ്യശാലയുടെ ക്യൂവിൽ നിൽക്കുന്നത് 15, 16, 17 വയസ്സുള്ള മീശ കളിക്കാത്ത പിള്ളേരാ. മദ്യം മേടിക്കാൻ നിൽക്കുകയാണ്. ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആരാണ് ഉത്തരവാദി? ഒരു ബഹളവുമില്ല. നിങ്ങൾക്കറിയാം, ഈ പലയിടത്തും ക്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യൂ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ക്യൂ കണ്ടിട്ടുള്ളത്? റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പോയാൽ അവിടെ ക്യൂ ഉണ്ട്. പള്ളിയിൽ കൈമുത്താൻ വരുമ്പോൾ, അല്ലെങ്കിൽ കുർബാന കൊള്ളാൻ വരുമ്പോൾ അവിടെ ക്യൂ ഉണ്ട്. ഞാൻ 2-3 ആഴ്ച മുമ്പ് ഒരു പള്ളിയിൽ പോയി. തിരുമേനിയാണ് കുർബാന ചൊല്ലിയത്. കുർബാന ചൊല്ലിയിട്ട് ആണുങ്ങളൊക്കെയും ലൈനായിട്ട് വന്നു, കൈമുത്തി. 2 വികാരി അച്ഛന്മാർ 2 സൈഡിൽ ഇരിക്കുക. സ്ത്രീകളുടെ കൈമുത്ത പകുതി ഒരു കാൽഭാഗമായപ്പോൾ ഈ അച്ഛന്മാർ, സൈഡിൽ നിന്ന് അച്ഛന്മാർ അങ്ങോട്ടങ്ങ് മാറിപ്പോയി. ഏതോ ആവശ്യത്തിന് വെളിയിലോട്ടിറങ്ങി. ഒരു 10-200 സ്ത്രീകൾ പുറകിൽ നിന്ന് ഒറ്റ വരവാ മുന്നോട്ട് കൈമുത്തുവാനായിട്ട്. ഒരു ക്യൂവുമില്ല, ഒന്നുമില്ല. ഞാനങ്ങ് പേടിച്ചുപോയി. പ്രിയമുള്ളവരെ, ഇവിടുന്ന് ക്യൂ ഇല്ല. പക്ഷേ നിങ്ങൾ ഈ മദ്യശാലയുടെ മുമ്പിലുള്ള ക്യൂ കണ്ടിരിക്കും. ആ ക്യൂവിനൊരു പ്രത്യേകതയുണ്ട്. എന്താ അറിയാമോ? അവിടെ ഇടിയില്ല. നിൽക്കുന്നവൻ അവിടെ ഒറ്റ നിപ്പ താടിക്ക് കൈയും കൊടുത്ത് അവൻ ക്യൂവിലായാരെ, അവൻ ആ എത്തേണ്ട സ്ഥലത്തെത്തിയാരെ അതുവരെ ഒരു ബഹളമില്ല. താടിയും കൊടുത്ത ഒരു കൈ, ഒറ്റ നിപ്പ. അതിനിടയ്ക്ക് നമ്മൾ വല്ലതും പോയി കഴിഞ്ഞാൽ ഹായ് എന്ന് വെക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ തലമുറകൾ മദ്യത്തിന് പുറകെ പോയെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? പ്രാർത്ഥിക്കാത്ത തലമുറകൾ. പ്രാർത്ഥിക്കാത്തവരുടെ എണ്ണം, മാതാപിതാക്കന്മാരുടെ എണ്ണം കൂടി വരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ലോകം നാശത്തിലേക്ക് പോകുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഹന്ന അതികാലത്തെഴുന്നേറ്റ് അവരെ കുടുംബസമേതം ദൈവത്തെ സ്തുതിക്കുകയാണ്. അതികാലത്തെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ദൈവാശ്രയമുള്ളവരായിട്ട് നമ്മൾ മാറണം. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും 1 സമൂയേൽ 1:12-13 വാക്യങ്ങൾ. ഉറക്കെ ഒരാൾക്ക് വായിക്കാമോ? 1 സമൂയേൽ 1:12-13 വാക്യങ്ങൾ. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചു. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചു. ഞാൻ ഒന്നാമത് പറഞ്ഞു, ഹന്നയുടെ കുടുംബത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഫാമിലി പ്രെയർ ആൻഡ് വർഷിപ്പ്. രണ്ടാമത് ഞാൻ പറഞ്ഞു പേഴ്സണൽ വർഷിപ്പ്, മെഡിറ്റേഷൻ. അവൾ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ വിളിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന് അവളെ കണ്ണുനീരോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട്. ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളുണ്ടാവട്ടെ, ഏത് നിരാശയുണ്ടായിക്കൊള്ളട്ടെ, ഒറ്റയ്ക്കൊരു മുറി കയറി മുട്ടുമേ നിന്ന് നെഞ്ചത്ത് കൈ ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ വിശ്വാസം ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുമെന്ന്. ഹൃദയം പൊട്ടി എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിക്കാമോ? നെഞ്ചത്ത് കൈ ചേർത്ത് പിടിച്ച് ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും തകർന്നു പോയപ്പോഴൊക്കെയും പല പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വന്നപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങളുണ്ട്. ദൈവം പലപ്പോഴും ഉത്തരം തന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഹന്ന ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു. ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തോടും ചോദിക്കണം. ഒരു വാഹനം വാങ്ങിക്കുന്നതിന് മുമ്പ് ദൈവത്തോടും ചോദിക്കണം. ദൈവമേ, ഞാനൊരു വാഹനം മേടിക്കാൻ പോവുകയാണ്. ദൈവം എന്താണ് ഉത്തരം തരുന്നത് എന്ന് കേൾക്കുവാനും നമുക്ക് മനസ്സുണ്ടാവണം. നമ്മൾ ഓടി പോവുക, ദൈവമേ ഞാൻ വാഹനം മേടിക്കാൻ പോവുക, ഇത് പറഞ്ഞിട്ട് ഓടുകയല്ല.
ദൈവം എന്നോട് എന്താ പറയുന്നത്? ഇത് കേൾക്കാൻ കൂടി നമുക്കൊരു മനസ്സുണ്ടാവണം. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഹന്ന കുടുംബമായി അതികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഹന്ന ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു. മൂന്നാമത് 1 സമൂവേൽ 1:3. 1 സമൂവേൽ 1:3. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാനും യാഗം കഴിക്കുവാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ശീലോവിലേക്ക് പോകുക പതിവായിരുന്നു. ദേവാലയത്തിലേക്ക് പോകുന്ന, പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്ന ഹന്ന 3 തരത്തിലുള്ള, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്നാമത് ഫാമിലി പ്രയർ, രണ്ടാമത് ഒറ്റയ്ക്കുള്ള പേഴ്സണൽ പ്രയർ, രണ്ടാമത് ദേവാലയത്തിൽ പോയി പബ്ലിക് വർഷിപ്പ്, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന അവസ്ഥ. ഇന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും ദേവാലയത്തിൽ പോകാൻ നമുക്ക് സമയമില്ല. ഇന്ന് ഈ IT കമ്പനികളൊക്കെ വന്നപ്പോൾ ഇന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പ്രിയമുള്ളവരെ, ഈ IT കമ്പനികളുടെയൊക്കെയും പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഒരു 40-45 വയസ്സാകുമ്പോൾ നമ്മുടെ കണ്ണ് ഫീസായി പോവും, നമ്മുടെ തല ഫീസായി പോവും, എന്തൊക്കെ നമ്മുടെ പ്രവർത്തിക്കുന്ന അവയവങ്ങളുണ്ടോ അതെല്ലാം ഫീസായി പോകുന്ന ഈ കമ്പ്യൂട്ടറിന് മുമ്പിലൊക്കെ ഇരുന്ന് നമ്മുടെ ജീവിതം 45 വയസ്സാകുമ്പോഴേ അവർ നമ്മളെ പിരിച്ചുവിടും ജോലിയിൽ നിന്ന്. ആരെങ്കിലും IT ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എന്താ അറിയാമോ? നമ്മളെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. കരിമ്പിൻ്റെ ചണ്ടി നിങ്ങൾക്കറിയാം, കരിമ്പിൻ്റെ ചണ്ടി ജ്യൂസ് ഉണ്ടാക്കുന്ന നിങ്ങൾക്കറിയാം. ഈ ജ്യൂസ് മാക്സിമം മെഷീനായിട്ട് പിടിക്കുക, ശമ്പളം നല്ലപോലെ തരും. അവസാനത്തെ പിടിത്തവും കഴിഞ്ഞിട്ട് ഈ ചണ്ടി ഇവനെടുത്ത് കളയും. പക്ഷേ എല്ലാവരും കളയുമ്പോൾ കളയാത്ത, കൈവിടാത്ത ഒരു ദൈവം എൻ്റെ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു കൊള്ളണം. ആർക്കും നമ്മളെ വേണ്ടാതെ വരുമ്പോൾ നമ്മളെ കൈ പിടിച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹന്നായുടെ പ്രത്യേകതകളാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഭർത്താവിൻ്റെ സ്നേഹപാത്രമായ ഹന്ന. രണ്ടാമത് ദൈവാശ്രയമുള്ള സ്ത്രീ. മൂന്നാമത് മറ്റുള്ളവർ തന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ പരിഭ്രമിക്കാത്ത സ്ത്രീ. 1 സമൂവേൽ 1:15-16 വാക്യങ്ങൾ. മറ്റുള്ളവർ തന്നെ കുറ്റം പറയുമ്പോൾ പരിഭ്രമിക്കാത്ത സ്ത്രീ. നിങ്ങൾ മുമ്പേ കണ്ടു, സഹോദരിയായ പെനീന അവളെ തള്ളി പറയുക. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, വൃത്ത പുരോഹിതനായ ഏലി പുരോഹിതൻ ഹന്ന ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചപ്പോൾ ഈ വൃത്ത പുരോഹിതനായ ഏലിക്ക് തോന്നുകയാണ്, ഇവളെ മദ്യപിച്ച് വീഞ്ഞു കുടിച്ച് മത്തയായിട്ടാണ് ദേവാലയത്തിന് വന്നിരിക്കുന്നത്. അവളെ പഴിക്കുകയാണ്. അന്നേരം പുരോഹിതനോട് വിനയത്തോട് പറയുന്നു, ഈ ഹന്ന പറയുന്നു, അല്ലയോ പുരോഹിത, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ ഹൃദയം പൊട്ടി എൻ്റെ ദൈവത്തോട് സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ ഈ ലോകത്ത് ദൈവം നമ്മളെ ചേർക്കും. പലപ്പോഴും ഇന്ന് നമ്മളെ സ്നേഹിക്കുന്നവരൊന്നും നമ്മളെ സ്നേഹിക്കത്തില്ല. അങ്ങനെ ഒരു ചുറ്റുപാട് ഞാൻ നിൽക്കുന്നത്. ഈ കേരളത്തിന് വെളിയിലൊക്കെയും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമുണ്ട്. ഞങ്ങളൊക്കെയും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമുണ്ട്.
ഈ അപ്പനും അമ്മയൊക്കെ മക്കളെ പഠിപ്പിക്കും. മക്കളൊക്കെയും 15, 16, 18, 20 വയസ്സൊക്കെയായി, പ്രത്യേകിച്ച് പെൺപിള്ളേർ. എൻ്റെ ഇടവകയിലൊക്കെ എത്രയോ സംഭവങ്ങളുണ്ടെന്ന് അറിയാമോ? പൂനെയിലും ബോംബെയിലും ബാംഗ്ലൂരിലുമൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വിടൂ. 3, 4, 5 വർഷം നേഴ്സിംഗ് ഒക്കെ പഠിക്കും. 5-ാമത്തെ വർഷം അല്ലെങ്കിൽ 6-ാമത്തെ വർഷം ഏതെങ്കിലും ഒരു നാട്ടുകാരൻ്റെ കൂടെ, നാട് ഏതെന്നറിയത്തില്ല, വീട് ഏതെന്നറിയത്തില്ല, ജാതി ഏതെന്നറിയത്തില്ല, ഒരുത്തൻ്റെ കൂടെ ഇവളങ്ങ് ഒളിച്ചോടിപ്പോവും. അപ്പനെയും അമ്മയും വിട്ടിട്ട്, അതുവരെ വളർത്തി വലുതാക്കിയ അപ്പനെയും അമ്മയും വിട്ടിട്ട്, എൻ്റെ മോള് പഠിച്ച് ഉയർന്നു വരും, അവൾ ഉയർന്നു വന്നിട്ട് വേണം എനിക്കൊന്ന് ഇരിക്കുവാൻ, എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യുവാൻ എന്ന് വീട്ടിൽ ആ ചിന്തയോട് കഴിഞ്ഞുകൂടുന്ന പിതാവിൻ്റെയും മാതാവിനെയും വിട്ടിട്ട് ഒരു നിമിഷം ആരുമല്ലാത്തവൻ്റെ കൂടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകുക. എത്രയോ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? അനേകം മാതാപിതാക്കന്മാർ കരയുന്നു. ആയിരത്തിൽ 950 ഇന്റർകാസ്റ്റ് മാര്യേജുകളും പരാജയമാണ്. ഞാൻ പറയും, ക്രിസ്ത്യാനിയെ മാത്രമേ വിവാഹം കഴിക്കാവൂ, ഹിന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ആരെങ്കിലും അങ്ങനെ അല്ലാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അവളുടെ വിജയം നല്ലതാണെങ്കിൽ അതും ക്ഷമിക്കുക. പ്രിയമുള്ള, ഈ ഇന്റർകാസ്റ്റ് മാര്യേജ് പലപ്പോഴും തകരാറാവാൻ കാരണം എന്തറിയാമോ? ഈ കുഞ്ഞുങ്ങളൊക്കെയും വഴിതെറ്റി പോകുമ്പോൾ ഈ അപ്പനും അമ്മയും ഹൃദയം നൊന്ത് ശപിക്കും. ഈ അപ്പൻ്റെ അമ്മയുടെ ശാപമാണ് ഇവരുടെ ജീവിതം പരാജയപ്പെടാൻ ഒന്നാമത്തെ കാരണം. ഈ മക്കളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ അപ്പനും അമ്മയും ഹൃദയം പൊട്ടി ശപിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഓർക്കണം, ഈ മക്കളൊക്കെ നമ്മളെ കൈവിട്ടാരും കൈവിടാത്ത ദൈവം ജീവിച്ചിരിക്കുന്നു. പരിഭ്രമിക്കണ്ട. മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. അവിടെ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പാടാറുണ്ട്, പെറ്റ തള്ളേക്കാളൊറ്റു സ്നേഹിക്കുന്ന പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവം. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ അധികം സ്നേഹിക്കുന്നത്, ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മയാണ്. എല്ലാ മക്കളും അത് പറയും. ഞാൻ ഈ കുഞ്ഞുങ്ങളോടൊക്കെയും ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയാറുണ്ട്, അമ്മയെന്നെഴുതി അതിന് വേറൊരു അർത്ഥം പറഞ്ഞാൽ ഒരു 100 അർത്ഥം കാണും. എന്നെ പ്രസവിച്ചവൾ, നൊന്ത് പ്രസവിച്ചവൾ, എനിക്ക് പാലൂട്ടി തന്നവൾ, എന്നെ വളർത്തിയവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൾ. ഒരമ്മയെന്നുള്ള വാക്കിന് അർത്ഥമില്ല, ഇതിന് ഒത്തിരി അർത്ഥമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലുത് അമ്മയാണ്. ലോകത്തിലെ ഏറ്റവും വലുത് അമ്മയാണ്. അമ്മയെ ബഹുമാനിക്കുന്നവൻ, അമ്മയെ സ്നേഹിക്കുന്നവൻ, അവൻ ലോകത്തെ എല്ലാം സ്നേഹിക്കുന്നു. അവന് ഐശ്വര്യം കിട്ടും. പക്ഷേ ആ അമ്മ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ദൈവം, എൻ്റെ നിങ്ങളുടെ ദൈവമുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒന്നാമത് ഞാൻ പറഞ്ഞു ഭർത്താവിൻ്റെ സ്നേഹപാത്രമായ ഹന്ന. രണ്ടാമത് പറഞ്ഞു ദൈവാശ്രയമുള്ള സ്ത്രീ.
മൂന്നാമത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും പരിഭ്രമിക്കാത്ത ദൈവത്തെ വിളിക്കുന്ന ഹന്ന. നാലാമത് ദൈവസന്നിധിയെ തീരുമാനമെടുക്കുന്ന സ്ത്രീ. 1 സമൂയേൽ 1:11. ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു പുരുഷ സന്തതിയെ നൽകി അവനെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് വിടുവാനായിട്ട് തീരുമാനിക്കുന്നു. ഈ ഹന്നായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അതിന് പകരമായിട്ട് ദൈവം അവൾക്ക് കൊടുത്തത് എന്തായിരുന്നു? നല്ലൊരു കുഞ്ഞിനെ കൊടുത്തു. അവിടെ വെച്ച് അവൾ തീരുമാനമെടുക്കുകയാണ്, ദൈവസന്നിധി വെച്ച് അവൾ തീരുമാനമെടുക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് വിടാമെന്ന്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവസന്നിധിയിലാണ് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റിയ സ്ഥലം. ഒരു വിവാഹ കൂദാശ നടക്കുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് ഇവർ ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് ആദ്യമായിട്ട് ജീവിതയാത്രയിൽ ആരംഭം കുറിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതം കുറിക്കുന്നത് മാമോദീസയിലൂടെയാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റിയ സ്ഥലം ദേവാലയമാണ്. ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, വെറും ചടങ്ങായി നമ്മുടെ ധ്യാന പ്രസംഗങ്ങളൊക്കെയും അല്ലെങ്കിൽ കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെയും മാറുമ്പോൾ എത്രയോ വചനങ്ങൾ നമ്മൾ ചെവിയിൽ കൂടെ കേട്ടിട്ടുണ്ട്. ഇത് ഈ ചെവി കൂടെ ഇറങ്ങി പോവുക. നമ്മളൊക്കെയും വീട്ടിൽ കോൾഗേറ്റും ക്ലോസപ്പും ഒക്കെ ഉപയോഗിക്കുന്നവരാ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പേസ്റ്റൊക്കെയും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അമക്കും. മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ഈ പേസ്റ്റ് ഇങ്ങനെ അമക്കി ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. എന്താ അറിയാമോ? ചില ആൾക്കാരൊക്കെ ചെയ്യും. ചപ്പാത്തി ഉരുട്ടുന്ന അതിലൊഴിച്ച് അമക്ക. അത് അമക്കുമ്പോൾ ശബ്ദം കേൾക്കും. അവസാനത്തെ പേസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ശബ്ദം കേൾക്കും. പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങൾ, കൺവെൻഷൻ പ്രസംഗങ്ങളെല്ലാം ഇതുപോലെ ഇറങ്ങിപ്പോകുമ്പോൾ എന്ന ശബ്ദം കേട്ടിട്ട് ഇറങ്ങിപ്പോകുന്നവരായി ഞാനും നിങ്ങൾ മാറിയാൽ നമ്മുടെ ആരാധന കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? ഇവിടെ വെച്ച് തീരുമാനങ്ങൾ എടുക്കണം. ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കുന്നത്, ദൈവമേ ഞാൻ മദ്യപാനിയാണോ? ഇവിടെ വെച്ച് ഞാൻ തീരുമാനം എടുക്കുന്നു, കർത്താവേ എൻ്റെ മദ്യപാനത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്നു, ഇനി ഞാൻ മദ്യപിക്കുകയില്ല. ചില ആൾക്കാരൊക്കെയും പറയും അടുത്ത 1-ാം തീയതി തൊട്ട് നല്ല ദിവസം നോക്കും, കുടി നിർത്താൻ പറ്റിയ ദിവസം 1-ാം തീയതി തൊട്ട് ഞാൻ കുടി നിർത്തും. 1-ാം തീയതി എന്നും ഒറ്റക്കാരിലാണ് വരുന്നെങ്കിൽ 1-ാം തീയതി 2 കാരെ വരും. 1-ാം തീയതി പറയും അടുത്ത ആഴ്ച മുതൽ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പോവുകയാണ് അടുത്ത ആഴ്ചകൾ. പ്രിയമുള്ളവരെ, മദ്യപാനം എത്രയോ കുടുംബങ്ങളെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടു, കണക്കാ ഇത്. അതിനൊക്കെ എത്രയോ അപ്പുറമാണ്. മലയാളി 1000 കോടി രൂപ മദ്യപിക്കുവാനായിട്ട് കളയുന്നു. അരി മേടിക്കുവാനായിട്ട് 330 കോടിയും കളയുന്നു. അരി മേടിക്കുവാനായിട്ട് 330 കോടിയും മദ്യം കഴിക്കുവാനായിട്ട് 1000 കോടിയും. അത് കണക്കിൽ ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ്.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കുറവ് എവിടെയാണ്? എവിടെയാണ് എനിക്ക് വഴിതെറ്റിപ്പോയത്? കർത്താവേ, ഞാൻ തിരിച്ചു വരുന്നു. ദൈവമേ, ഞാൻ തിരിച്ചു വരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നു. 100 ആടിൻ്റെ കഥ ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഒന്നിനെ കാണാതെ പോയപ്പോൾ 99 വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോയ ദൈവമേ, ആ കാണാതെ പോയ ആട് ഞാനാകുന്നു. ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കണം, ദൈവമേ, ആ കാണാതെ പോയ ആട് ഞാനാകുന്നു. എന്നെ തേടി നീ വരണമേ. എൻ്റെ ദുർസ്വഭാവങ്ങൾ മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിൽ വഴിതെറ്റിയ ജീവിതത്തെ നല്ലതാക്കുവാൻ ദൈവമേ, നീ കടന്നു വരണമേ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവം പ്രവർത്തിക്കും. അല്ലാതെ പേസ്റ്റിൻ്റെ അവസ്ഥ ഉണ്ടാവരുത്. ദൈവസന്നിധിയെ തീരുമാനമെടുത്ത ഹന്ന, ഇവിടെ നിന്നോട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഇവിടെ നിന്നോട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഒരു നിമിഷം ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബലഹീനത എവിടെയാണ്? എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് അനുഗ്രഹത്തിന് ബ്ലോക്ക് ഉണ്ടാവുന്നത്? അതൊന്ന് കഴുകിക്കളയുവാൻ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ സഹായിച്ചുവെങ്കിൽ നിങ്ങളിവിടെ വന്നതിന് അർത്ഥമുണ്ട്. ഞാൻ ഈ പറയുന്ന ദൈവവചനത്തിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട്, ദൈവമേ, ഞാനൊരു തീരുമാനമെടുക്കുന്നു. ഞാൻ തിരിച്ചു വരുന്നു കർത്താവേ, നിന്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഈ ഹന്ന തൻ്റെ ഏകജാതനായ മകനെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് വിടുകയാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഭർത്താവിൻ്റെ സ്നേഹപാത്രമായ ഹന്ന. രണ്ടാമത്, ദൈവാശ്രയമുള്ള സ്ത്രീ. മൂന്നാമത്, മറ്റുള്ളവർ തന്നെ തെറ്റിദ്ധരിക്കുമ്പോഴും പരിഭ്രമിക്കാത്ത സ്ത്രീ. നാലാമത്, ദൈവസന്നിധിയെ തീരുമാനമെടുക്കുന്ന ഹന്ന. അഞ്ചാമത്, വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുന്ന സ്ത്രീ. 1 സമൂയേൽ 1:18 തുടക്കം വായിക്കാമോ? 1 സമൂയേൽ 1:18. ഹന്ന പ്രാർത്ഥനയെ തൻ്റെ ആവശ്യം ദൈവമുമ്പിൽ സമർപ്പിച്ച ശേഷം മടങ്ങിപ്പോയി. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. ഹന്ന ദൈവസന്നിധിയെ തൻ്റെ ആവശ്യങ്ങളെ പറഞ്ഞു. അവൾ മടങ്ങിപ്പോയി. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. ദൈവസന്നിധിയിൽ വന്ന് വിശ്വാസത്തോട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വെക്കുക. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ്. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നു. എന്തിനാ വന്നത്? പലവിധ ഭാരങ്ങൾ നിങ്ങൾക്കുണ്ട്. നമുക്കെല്ലാം പലവിധ രോഗങ്ങൾ, എടുക്കുവാൻ വയ്യാത്ത ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നിൽ ബിസിനസ്സിലുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിലുണ്ട്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലുണ്ട്. എവിടൊക്കെയോ നമുക്ക് എടുക്കുവാൻ വയ്യാത്ത ഭാരങ്ങളുണ്ട്. ഈ ഭാരങ്ങളൊന്ന് ഇറക്കി വെക്കുവാൻ
ഈ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ ഇറക്കി വെക്കാറില്ല. ദൈവം 2 കൈ നീട്ടി നിൽക്കുക. ദൈവം തമ്പുരാൻ 2 കൈ നീട്ടി നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുക. നിങ്ങളോട് പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് കൈ മലർത്തുമ്പോൾ, ദൈവം തമ്പുരാൻ തൻ്റെ ആണിപ്പാടുകളേറ്റ കരങ്ങൾ നീട്ടി നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. മോനെ, മോളെ, നിന്റെ ദുഃഖങ്ങൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ സങ്കടങ്ങൾ ഈ കയ്യിലോട്ട് വെച്ചോ മോനെ, ഞാൻ എടുക്കാം മോനെ. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മുഖം വാടിപ്പോയാൽ, ഓ എനിക്കിതൊന്നും സാധിക്കത്തില്ല. ചിലരുടെയൊക്കെ പ്രാർത്ഥന, ചിലരുടെയൊക്കെ വിചാരമാണ്, ഞാൻ ഇതുപോലെ പലയിടത്തും പോയിട്ടുണ്ട്. ഇന്ന് മനുഷ്യൻ ഓടുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഓടുക, ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇന്ന് പലരും ദൈവത്തെ വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ ദൈവമുണ്ട്, ഇവിടെ വന്നാൽ സമാധാനം, അവിടെ വന്നാൽ സമാധാനം. ഈ നമുക്ക് തന്നെ അറിയത്തില്ല എവിടെ പോയാൽ സമാധാനം കിട്ടുമെന്ന്. നമുക്ക് തന്നെ ഇന്ന് കൺഫ്യൂഷനാണ്, എവിടെ പോയാൽ സമാധാനം കിട്ടും. നമ്മൾ പരുമരപ്പള്ളിയിൽ സർവ്വഭാരവും ഇറക്കി വെച്ചിട്ട് ഹൃദയം ദൈവതമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ, മാന്നാർ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ വലിയൊരു ഫ്ലക്സ് ബോർഡ്, കൈ ഉയർത്തിയ ഒരാൾ നിൽക്കുന്നു, വരിക, ഇവിടെ സമാധാനം കിട്ടും. അയ്യോ, വണ്ടി കയറും, അങ്ങോട്ട് പോകും. ഇവിടെ വന്ന വല്ല പ്രയോജനം ഉണ്ടോ? പരിശുദ്ധനായ പരുമനത്തിരുമയുടെ കണ്ണുനീര് വീണ, അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ കുതിർന്ന ഈ പരിശുദ്ധമായ പല പിതാക്കന്മാരുടെയും കണ്ണുനീര് വീണ ഈ പരിശുദ്ധ ആലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി, ഇവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം വേറെ എവിടെയെങ്കിലും ലഭിക്കുമോ? വേറെ എവിടെയെങ്കിലും ലഭിക്കുമോ? ലഭിക്കത്തില്ല. പക്ഷെ നമ്മൾ ഓടുകയാ, നമ്മൾ ഓടുകയാ, ഈ അനുഗ്രഹത്തിന് പുറകെ ഓടുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ സർവവും സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഭാരങ്ങൾ, എൻ്റെയൊക്കെ വിശ്വാസം, ഇവിടെ വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കും. ഇന്നയോളം കാത്തു പരിപാലിച്ച ദൈവം, എല്ലാ വർഷവും ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസം ഈ പള്ളി വന്ന് കുർബാന ചൊല്ലി ഒരു ധ്യാനപ്രസംഗം എടുത്ത് ഈ ദേവാലയത്തിന് പോകാറുണ്ട് എല്ലാ വർഷവും. ഞാൻ വിചാരിക്കുന്ന ഈ ഒരു വർഷം മുഴുവനും എന്നെ നിലനിർത്തുന്നത് ഇവിടെ നിന്ന് ലഭിച്ച അനുഗ്രഹമാണെന്ന്, ഇവിടെ നിന്ന് ലഭിച്ച ആ ഹൃദയ നിറഞ്ഞ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറയും, ആ കബറിങ്കലൊക്കെയും പിടിച്ചുകൊണ്ട് പറയണം, ദൈവമേ, ഞാൻ എന്തിനു വേണ്ടി വന്നു? എനിക്ക് ഹൃദയം തുറന്ന്, ഹൃദയം നോവുന്ന പല പ്രയാസങ്ങളുണ്ട് കർത്താവേ. നിന്നോട് മാത്രം പറയുവാൻ പറ്റുന്ന പല സങ്കടങ്ങളുണ്ട് കർത്താവേ. ഇതൊക്കെ ഈ സന്നിധിയിലേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് എനിക്ക് പരിഹാരം ലഭിക്കണം. ആ ഖബറുകൾ പിടിച്ചുകൊണ്ട് പറയണം, എന്നെ എൻ്റെ രോഗം മാറ്റാതെ, എൻ്റെ സങ്കടങ്ങൾ മാറ്റാതെ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറ്റാതെ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം നിർത്താതെ ഞാനിവിടെ നിന്ന് പോകുകയില്ല. ഈ വിശുദ്ധമായ സ്ഥലത്ത് അതിന് സാധിക്കും. ആ ഉറച്ച വിശ്വാസത്തോടു കൂടി ദൈവസന്നിധി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഹന്ന,
വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും ഹന്നായുടെ ജീവിതത്തിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. തീരുമാനം നടപ്പിലാക്കിയ സ്ത്രീ. 1 സമൂയേൽ 1:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മുലകൂടി മാറിയപ്പോൾ ദൈവത്തിനു മുമ്പാകെ ശീലോവിൽ ഏലി പുരോഹിതൻ്റെ അടുക്കൽ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് സമൂയേൽ ബാലനെ ഏൽപ്പിച്ചു. അവനെ പേരിട്ടു ആസ്ക്ഡ് ഓഫ് ഗോഡ്. ചോദിച്ചു വാങ്ങി അവന് പേരിട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ പല തീരുമാനങ്ങളും എടുക്കും, പല കാര്യങ്ങളും പറയും, പക്ഷെ നടപ്പിലാക്കാനാണ് പാട്. പല തീരുമാനങ്ങളും നമുക്ക് നടപ്പിലാക്കാനാണ് പാട്. ഇവിടെ വെച്ച് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പല തീരുമാനങ്ങൾ ചിലപ്പോൾ എടുത്തെന്നിരിക്കും, പക്ഷെ ആ നടപ്പിലാക്കുവാൻ സാധിക്കുമോ? നടപ്പിലാക്കണം. ഇന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ വേറെ എങ്ങും സമാധാനം കിട്ടത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ സമാധാനം കിട്ടത്തുള്ളൂ. അതെപ്പോഴും ഓർത്തു വേണം. ഞാൻ കേരളത്തിന് വെളിയിൽ വർക്ക് ചെയ്യുന്ന അച്ഛനായതുകൊണ്ട് എനിക്ക് ഒത്തിരി കുഞ്ഞുങ്ങളെയൊക്കെ അറിയാൻ സാധിക്കും. ഈ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. പല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, പല കുഞ്ഞുങ്ങളെ എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പയ്യൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെ പ്രിൻസിപ്പള് പിടിച്ചു വാങ്ങിയ 55,000 രൂപ വരെയുള്ള ഒരു മൊബൈൽ ഫോൺ. അവൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ വിലയാണ് 55,000 രൂപ. ഇന്ന് അതൊക്കെ ഇതൊക്കെ വളരെ സാധാരണമാണ്. ഒരു ചിപ്പ് ഇട്ടാൽ അത് ഞങ്ങൾക്ക് തത്സമയം പിക്ചർ കാണാം, സിനിമ കാണാം. ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും ആ മൊബൈലിൻ്റെ അകത്തുണ്ട്. ആരാ ഉത്തരവാദി? ആ കുഞ്ഞ് വഴിതെറ്റിപ്പോയെങ്കിൽ ആരാണ് ഉത്തരവാദി? ഞാനും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്. ഇന്ന് ഞാൻ പറയും, ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശാപം എന്ന് പറയുന്നത് ഈ സാധനമാണ്. നല്ല ഗുണങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കാം, പക്ഷേ ഇന്ന് ഈ ലോകത്തിൻ്റെ നാശകരമായ പോക്കിന് ഒരു കാരണം ഇതാണ്, ഈ മൊബൈൽ ഫോണാണെന്ന് ഞാൻ പറയും. ഈ കുഞ്ഞ് വഴിതെറ്റിപ്പോയെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അവൻ്റെ അപ്പനും അമ്മയോ? അവൻ 55,000 രൂപയുടെ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്ത അവൻ്റെ ഗൾഫിലുള്ള അവൻ്റെ ഡാഡിയാണ് ഉത്തരവാദി. പ്രിയമുള്ളവരെ, ഞാൻ പറയും, കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്നതിനൊക്കെ ലിമിറ്റ് വേണം. എല്ലാത്തിനും ഒരു കടിഞ്ഞാണിട്ടോണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏത് അപ്പനോട് ചോദിച്ചാലും അമ്മയോട് ചോദിച്ചാലും പറയുന്നൊരു എക്സ്ക്യൂസാണ്, എൻ്റെ അച്ഛ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതാ, എൻ്റെ മക്കൾ ഈ കഷ്ടപ്പാടൊന്നും അറിയരുത്. നമ്മളെല്ലാം പറയുന്നൊരു കാര്യമാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ഇത് ഭയങ്കര ദോഷം ചെയ്യും. ഇന്നത്തെ സമൂഹത്തിന് ഇത് ഭയങ്കരമായ ദോഷം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഓർത്തുകൊള്ളണം, കുഞ്ഞുങ്ങൾക്ക് ഒന്ന് ചോദിക്കുമ്പോൾ 1 ഡസൻ മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കന്മാരാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്കറിയാം. ഒരു പെൻസിൽ ചോദിക്കുമ്പോൾ 1 ഡസൻ പെൻസിൽ മേടിച്ചു കൊടുക്കും. മേടിച്ചു കൊടുത്തു, കുഴപ്പമില്ല. പക്ഷെ കൊടുക്കേണ്ട സാധനങ്ങളായ കുഞ്ഞുങ്ങൾ കൊടുക്കാവൂ. അതുകൊണ്ട് ഞാൻ പറയും, അത്യാവശ്യം യൂസിനുള്ള മൊബൈലൊക്കെ മേടിച്ചു കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. മൊബൈൽ മേടിച്ചു കൊടുത്തു, കുഴപ്പമില്ല. അത്യാവശ്യം സംസാരിക്കണം, അത്യാവശ്യം മെസ്സേജ് അയക്കണം, അതിനുള്ള വകയൊക്കെ മേടിച്ചു കൊടുക്കാവൂ.
അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇന്നത്തെ തലമുറ തെറ്റിപ്പോകുന്നതിന് കാരണം ഇതൊക്കെയാണ്. ഇതുപോലെ വേറൊരു സംഭവം കൂടി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച സംഭവം. ഒരു പയ്യൻ, ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിൽപ്പെട്ട ഒരു പയ്യനാണ്. ഞാൻ അവനെ സ്പോൺസർ ചെയ്ത് നമ്മുടെ കോളേജിലോട്ട് വിട്ടത്. അവന് ഈ മൊബൈലിൽ കൂടെ ഓൺലൈനായിട്ട് IPL ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്നു. IPL ബെറ്റ് വെച്ചിട്ട് 1 ലക്ഷം രൂപ ബെറ്റ് വെച്ചു. 1 ലക്ഷം രൂപ അങ്ങ് പൊട്ടിപ്പോയി. ആദ്യം 5000 തുടങ്ങി, 5000 കിട്ടി. അവൻ 50,000 വരെ കിട്ടി. 50,000 ഒന്നിച്ചു വെച്ചു. 1 ലക്ഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ 1 ലക്ഷം രൂപ അങ്ങ് പോയി. ഈ പയ്യൻ കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടി പോയി. ഈ അപ്പനും അമ്മയും രാവിലെ എന്നെ വിളിച്ചു, അച്ഛാ മോനെ കാണാനില്ല. ആകെ ബഹളം. ദൈവം സഹായിച്ച് അവൻ്റെ വീട്ടിലെത്തി. 1 ലക്ഷം രൂപ പന്തയം വെച്ച്. അധോലോകമാണ് ഈ പന്തയം വെപ്പിൽ, അധോലോകമാണ് നടത്തുന്നത്. കണ്ടിക്കും അവന്മാർ. ഇപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവൻ്റെ തല കണ്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുക. പഠിത്തം പോയി, പൈസയും പോയി. കോളേജിലോട്ട് ഇനി ചെല്ലാൻ പറ്റത്തില്ല. അപ്പനും അമ്മയും വിട്ടതാ പഠിക്കാൻ. എൻ്റെ മോൻ പഠിച്ച് വലിയവനായി. എൻ്റെ കഷ്ടപ്പാടും പ്രയാസവും അവൻ തീർക്കുമെന്ന പ്രതീക്ഷയിൽ പട്ടിണി കിടന്നായിരിക്കും ഇവനെ വിട്ടത്. ഇവൻ അറിയുന്നുണ്ടോ? കാരണം എന്താ? 5000 ചോദിക്കുമ്പോൾ 10,000 കൊടുക്കുന്നുവെങ്കിൽ, 1000 ചോദിക്കുമ്പോൾ 2000 നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, അവൻ എന്തിനു വേണ്ടി പൈസ ഉപയോഗിച്ചു, എന്ന കണക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. കറക്റ്റ് ചോദിച്ചിരിക്കണം. അതുകൊണ്ട് ജീവിതയാത്രയിൽ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. കൂടുതലും പേരൻസ് ഇതിനൊക്കെ ഉത്തരവാദികൾ. കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോവാൻ ഞാൻ പറയും. എനിക്ക് ഇങ്ങനെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെയും കുഞ്ഞുങ്ങൾ ദൂരെയൊക്കെയുള്ള മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ചെയ്യേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളൊക്കെ പണ്ടൊക്കെ പെമ്പിള്ളാരെ ഓർത്ത് വിഷമിച്ചാൽ മതി. പെമ്പിള്ളാർ വളർന്നു വരുമ്പോൾ അപ്പനും അമ്മയ്ക്കും നെഞ്ചത്തൊരു കൊല്ലിയാൻ മിന്നുമെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയും, ആമ്പിള്ളാരെക്കാളിൽ കൊല്ലിയാൻ മിന്നിട്ട് ഈ പെമ്പിള്ളാരെക്കാളിൽ ആമ്പിള്ളാർ വളർന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവരെവിടെ ആയിരിക്കുന്നു? ഫോൺ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത്, മോനെ ബൈബിൾ വായിച്ചോ, പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിക്കണം. അവന് ദൂരസ്ഥലത്തേക്ക് പോവുകയാണ് പഠിക്കുവാനായിട്ട് പോകുമ്പോൾ അവൻ്റെ ബാഗിൽ ആദ്യം എടുത്ത് വെക്കേണ്ടത് ബൈബിളായിരിക്കണം. അവൻ്റെ പെട്ടിക്കകത്ത് നിങ്ങളെടുത്ത് വെക്കണം. ആദ്യം ഒരു ബൈബിൾ എടുത്ത് വെക്കണം. മോനെ, ഇതാ നിൻ്റെ ആയുധം. നീ എവിടെ പോയാലും ഇത് വായിക്കണം, ഇത് പറഞ്ഞു വിടണം. അതുകൊണ്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കരയണം. കണ്ണുനീര് വീണാനേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, തീരുമാനം നടപ്പിലാക്കിയ സ്ത്രീ, ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല തീരുമാനങ്ങൾ ഒരു പക്ഷേ എടുത്തുന്നിരിക്കാം, പക്ഷെ ജീവിതത്തിൽ അത് നടപ്പിലാക്കുവാൻ സാധിക്കണം.
വീണ്ടും 1 സമൂവേൽ 2:19 നമുക്ക് കാണുവാൻ സാധിക്കും, മകനെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അമ്മ. ആണ്ടുതോറും ഈ പുരോഹിതൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ മകനൊരു ഉടുപ്പ് കൊടുക്കും. ഈ മകനെ സ്നേഹിക്കുന്ന അമ്മ. ഇന്ന് ഈ സ്നേഹം കുറഞ്ഞു വരികയാണ്. ഇന്ന് അപ്പനും അമ്മയും മക്കളുമൊക്കെയുള്ള സ്നേഹം കുറഞ്ഞു വരികയാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ അനിയനോടും അവൻ്റെ അപ്പനോടും സംസാരിക്കുന്നത് ക്രിക്കറ്റ് കളി വരുമ്പോഴാണ്. ക്രിക്കറ്റ് കളി വരുമ്പോഴേ മാത്രമേ ഇവൻ്റെ അപ്പനോടും ഇവൻ്റെ അനിയനോടും ഇവൻ സംസാരിക്കത്തുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും ഇവൻ സംസാരിക്കത്തില്ല ഇവൻ്റെ അപ്പനോടും അനിയനോടും. അപ്പോൾ ഞാൻ ഇവനോട് പറയണ്ട, ക്രിക്കറ്റ് കളി വരാൻ ഞാൻ ദിവസവും ക്രിക്കറ്റ് കളി ഉണ്ടായി എൻ്റെ അപ്പനോടൊക്കെ മിണ്ടിയേനെ, സംസാരിച്ചേനെയെന്ന്. പ്രിയമുള്ളവനെ, ഇന്ന് സ്നേഹബന്ധം കുറഞ്ഞു വരികയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു വരികയാണ്. ഒരു കഥയുണ്ട്, സംഭവിച്ചതോ സംഭവിക്കാതെ ഇരുന്ന ഒരു കഥയുണ്ട്. ആ കഥ ഇപ്രകാരമാണ്. ഒരു ദിവസം ഒരു ഭർത്താവ് വീട്ടിൽ ഭയങ്കര ടെൻഷനാണ്, ഒരു സമാധാനമില്ല. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഇന്ന് നമുക്കൊരു സിനിമ കാണാൻ പോകാം, ഇന്നൊരു സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടി സിനിമ കാണാൻ പോയി. 2.5 മണിക്കൂർ സിനിമ കണ്ടു. തിരിച്ച് വീട്ടിൽ വന്നു. ഭാര്യ ഈ ഭർത്താവിനോട് പറഞ്ഞു, അല്ലയോ മനുഷ്യ, ആ സിനിമയിലെ നായകൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഷാരൂഖ് ഖാനോ ആരും ആയിക്കൊള്ളട്ടെ, എന്തൊരു സ്നേഹമാണ് അതിൻ്റെ നായികയോട്, എന്തൊരു സ്നേഹമാണ്, എത്ര സ്നേഹത്തോടാണ് അവർ പെരുമാറുന്നത്, എന്ത് ഭാഗ്യമുള്ള ഭാര്യ ഭർത്താക്കന്മാർ. അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? 3 മണിക്കൂർ സിനിമയിൽ അഭിനയിക്കുന്നതിന് ആ നായകന് കിട്ടിയത് 50 ലക്ഷം രൂപയാണ്. നിൻ്റെ കൂടെ ജീവിതകാലം മുഴുവനും അഭിനയിക്കാൻ നിൻ്റെ അപ്പൻ എനിക്ക് തന്നത് വെറും 3 ലക്ഷം രൂപയാണ്. നിൻ്റെ കൂടെ ജീവിതകാലം മുഴുവനും നിൻ്റെ കൂടെ അഭിനയിക്കാൻ നിൻ്റെ അപ്പൻ എനിക്ക് തന്നത് 2, 3, 50,000 ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്കറിയാം. പ്രിയമുള്ളവരെ, പലപ്പോഴും അഭിനയമായ ജീവിതം മാറുന്നു, അഭിനയമായ ജീവിതം മാറുന്നു. മറ്റുള്ളവർ വരുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. പല വീടുകളും എനിക്കറിയാം. ഞങ്ങൾ അച്ഛന്മാർ വരുമ്പോഴാണ് ഇത് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം തൊട്ടുമ്പോൾ അടി കഴിഞ്ഞിങ്ങനെ നിൽക്കുക, ഇങ്ങനെ കൈയൊക്കെ വിരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും പറയാതെ അച്ഛൻ ചെല്ലുന്നത്. ഞങ്ങളൊക്കെയും ഈ കേരളത്തിന് വെളിയുള്ളത് പറയാതെ ചെല്ലും. ഇവിടെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പറയാതെ ചെല്ലുന്നവരാ. പറയാതെ ഇങ്ങനെ നിൽക്കുന്ന അവസരം അച്ഛനെ കാണുമ്പോൾ വീട്ടിൽ കുരിശും വരയ്ക്കും. കുരിശ് എന്തോ അച്ചായോ അമ്മാമ്മയെന്നൊക്കെ വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എന്തോ സ്നേഹം എന്നറിയാമോ? ഞങ്ങൾക്കിത് കാണുമ്പോഴേ അറിയാം, ഇത് പ്രകടിപ്പിക്കുക, ഇത് അഭിനയിക്കുവാണ്. പ്രിയമുള്ളവനെ, അഭിനയിക്കുവാനുള്ളതല്ല ജീവിതം. ജീവിതം ഒന്നേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, അത് ദൈവനാമത്തിൽ സന്തോഷിക്കാനുള്ളതാ, അത് അടിച്ചു പൊളിക്കാനുള്ളതാ ദൈവനാമത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരു 80 വയസ്സുള്ള മനുഷ്യൻ എന്നോട് പറഞ്ഞു. 80 വയസ്സുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മക്കളൊക്കെ, ഒരാൾ ഡോക്ടറും ഒരാൾ എൻജിനീയറും, ഒരു മോള് BDS കഴിഞ്ഞ് അവളും ഡോക്ടറാണ്. ആ മനുഷ്യനോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. എൻ്റെ അച്ഛ പണ്ട് ഒരു 40 വർഷം 50 വർഷം മുമ്പ് 25 പൈസ ലാഭിക്കാൻ വേണ്ടി ഞാൻ കൂന്നിച്ചന്ത വരെ 20-25 പൈസ ലാഭിക്കാൻ വേണ്ടി കൂന്നിച്ചന്ത വരെ 3 കിലോമീറ്റർ, എൻ്റെ വീട് കോന്നി അട്ടച്ചാകല, കൂന്നിച്ചന്ത വരെ ഞാൻ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 25 പൈസ ലാഭിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ആ 25 പൈസ ഞാൻ സ്വരൂപിച്ച് വെച്ച
അങ്ങനെ സ്വരൂപിച്ച് വെക്കുന്ന 5 പൈസ 10 പൈസ ഇങ്ങനെ പൈസകൾ കൊണ്ട് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു. ഒരുത്തനെ ഡോക്ടറാക്കി, ഒരുത്തനെ എൻജിനീയറാക്കി, ഒരു മോളെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടച്ച. 25 പൈസ ലാഭിക്കാൻ വേണ്ടി കിലോമീറ്റർ 6 നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ഇന്നെനിക്ക് അച്ഛാ മക്കൾക്കൊന്നും എന്നെ വേണ്ട, നല്ല ഒരു നേരത്തെ ആഹാരം ഞാൻ കഴിക്കണമെങ്കിൽ അച്ഛാ വല്ല വീട്ടിലും പോയാൽ ഞാൻ ആഹാരം കഴിക്കുന്നത്. രാവിലെ ഞാൻ ഇറങ്ങുവച്ചാ, വിശപ്പ് കൊണ്ട് ഇറങ്ങുവച്ചാ, ഈ മനുഷ്യൻ പറയുകയാണ്. ഓ, ഇപ്പോൾ കൈ വീശി നടക്കുന്ന 2 കൈയും വീശി നമ്മൾ നടക്കുക. ഇതുവല്ലതും ഓർക്കുന്നുണ്ടോ? 2 കൈയും വീശി നമ്മൾ നടക്കുക, ഇതുവല്ലതും നമ്മൾ ഓർക്കുന്നുണ്ടോ? 80 വയസ്സ് എന്ന അപ്പച്ചന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, മക്കളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യമുള്ളവർ, അവരെ ഉദ്ദേശമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കൈവീശി നടക്കുമ്പോൾ ഇതുവല്ലതും ഓർക്കാറുണ്ടോ? ഓർത്തോണം. എൻ്റെ മോള് എന്നെ തള്ളിക്കളയും. ഈ 5 പൈസ പിടിച്ച് വെച്ച് ഞാൻ അരിപ്പിച്ച് എൻ്റെ മോന് വേണ്ടി ഞാൻ പെട്ടിയിലിടുക. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതം സന്തോഷിക്കാനുള്ളതാണ്. മറ്റുള്ളവർക്ക് കൊടുക്കണം. നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാത്ത എത്രയോ പേരുണ്ടെന്ന് അറിയാമോ? 5 പൈസ കൊടുക്കത്തില്ല. നല്ല കാര്യങ്ങൾക്ക് 5 പൈസ കൊടുക്കത്തില്ല. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഇടവകയിൽ പണ്ട് പാരീഷ് മിഷന് ചെമ്മാച്ചന്മാരും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ വീടുകൾ വിസിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ വീടുകൾ വിസിറ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അന്നത്തെ ഏറ്റവും പണക്കാരനായ മനുഷ്യനാണ്. ആ മനുഷ്യൻ പട്ടിയെ അഴിച്ചുവിടും. പട്ടി അഴിച്ചുവിട്ടിട്ട് ഞങ്ങൾ ഓടും. ഞാൻ മുമ്പിൽ ഓടുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്, പിരിവിന് വന്നതല്ലേ, ഈ ചെമ്മാച്ചന്മാരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്ന അപ്പച്ചാന്ന് പറഞ്ഞിട്ട് ഓടുന്നേ. അപ്പച്ചൻ ഇത് കേൾക്കുന്നുണ്ട്. അപ്പച്ചൻ നല്ലപോലെ അടിച്ച പൂസായിട്ട് ഇരിക്കുക. ഇന്ന് ആ അപ്പച്ചന് 90 വയസ്സായി. 90 വയസ്സായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഈ അപ്പച്ചനെ ഞാൻ കാണാൻ പോയി. പ്രാന്ത് പിടിച്ച് മുറിക്കകത്ത്, കക്കൂസിലെല്ലാം പോകുന്ന മുറിക്കകത്ത് തന്നെയാ ഈ വേസ്റ്റ് സ്റ്റൂൾ ഇത് വലിച്ച് അവിടെ തന്നെ കാര്യം സാധിച്ചിട്ട് ഈ സ്റ്റൂൾ ഈ മനുഷ്യൻ വലിച്ചെറിയുക. പ്രാന്ത് പിടിച്ച് കക്കൂസി പോകുന്നത് എടുത്ത് വലിച്ചെറിയുക. മുറിക്കകത്ത് തന്നെ പ്രാന്തനായിട്ട് അലറി ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ അനുഭവിക്കും. ചെയ്യുന്നതിനെ ഇരട്ടി കാണുന്ന ഇതിനൊക്കെ കിട്ടുന്ന ദൈവം ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നന്മ ചെയ്യാൻ സാധിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കണം. എല്ലാം വാരി കൂട്ടി വെച്ചിട്ടൊന്നും സാധിക്കാനില്ല. ഞാൻ മുമ്പ് പറയുന്ന മക്കളുടെ കാര്യം എടുത്തു കളയും. എനിക്കും 2 ആൺപിള്ളാരാ. എനിക്ക് ഉറപ്പുണ്ട് ഇമാര് വെള്ളം തരത്തില്ലെന്ന്. ഞാൻ അതുപോലെയല്ല പെരുമാറുന്നത് കേട്ടോ. ഞാൻ അവനെ നിങ്ങളൊക്കെ വളർത്തുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവൻ വെള്ളം തരത്തില്ല. ഇപ്പോഴേ പ്രതീക്ഷയുണ്ട്. ഇപ്പോഴേ അധികം പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിൽ വെള്ളം കിട്ടിയാൽ എനിക്ക് ഭാഗ്യം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം വെള്ളം കിട്ടും, ഉറപ്പാ. നിങ്ങൾ വിഷമിക്കേണ്ട. അച്ഛൻ ഇത് പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഞാൻ സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും മകനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. പരസ്പരം സ്നേഹിക്കുവാൻ സാധിക്കണം, പരസ്പരം കരുതുവാൻ സാധിക്കണം. കുടുംബ ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും, നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ തമ്മിൽ പിണങ്ങി ജീവിക്കാനുള്ളതല്ല ഈ ജീവിതം. ജീവിതം ഒന്നേ ഉള്ളൂ. ഇത് സന്തോഷിക്കാനുള്ളതാണ്. ഈ ലോകത്ത് വലിയൊരു പ്രശ്നമുള്ളതെന്നറിയാം. 40 കഴിയുമ്പോൾ ഈ അമ്മമാർക്കൊരു പ്രത്യേക പ്രശ്നമുണ്ട്. 40 വയസ്സ് കഴിയുമ്പോൾ ഈ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട്. കെട്ടിയ ഭർത്താവിനെ വേണ്ട, മക്കളെ മതി. 40 വയസ്സ് കഴിയുമ്പോൾ ഉള്ള പ്രോബ്ലമാണ്. ഈ പെണ്ണുങ്ങൾക്ക് മക്കളെ മതി, കെട്ടിയ ഭർത്താക്കന്മാരെ വേണ്ട. നിങ്ങളുടെ വീടുകളിൽ ഒന്നും അങ്ങനെയല്ല. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാൻ സാധിക്കും. ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്ന കുടുംബമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്.
പക്ഷേ ഞാൻ പറയും, ഈ ലോകത്ത് സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവിനെയും ഹൃദയം തുറന്ന് സ്നേഹിക്കണം. നിങ്ങൾക്ക് സ്നേഹമൊക്കെയും മനസ്സിലാവണമെങ്കിൽ ഒരു സ്റ്റേജ് കഴിയണം. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ, ഈ അമ്മച്ചിമാർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അവர்களോട് ചോദിച്ചാൽ അവർ പറയും, എൻ്റെ ഇണപ്രാവിൻ്റെ വില എന്തെന്ന് അവർ പറയും. എൻ്റെ അമ്മച്ചി ഇപ്പോൾ 78 വയസ്സ് കാണും. എൻ്റെ അച്ചാച്ചൻ മരിച്ചിട്ട് 4 വർഷമായി. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ താടിക്ക് കൈയും കൊടുത്ത് ഒറ്റ ഇരിപ്പായിരിക്കും. കടയാണ്, പുറയിൽ വീടാണ്. കടയുടെ തിണ്ണയിൽ താടിയും കൊടുത്ത് ഒറ്റ ഇരിപ്പാ. ആരാണ്ടെയോ നോക്കിയിരിക്കുന്നത് പോലെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭാര്യ ഭർത്തൃ ബന്ധം സ്ട്രോങ് ആയിരിക്കണം. മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധം കളയരുത്. സ്വന്തം ഭർത്താവിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ, സ്വന്തം ഭാര്യയെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. സ്നേഹം എന്ന് പറയുന്നത് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതല്ല, പിന്നെയോ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കരുത്. സ്നേഹം ഒരിക്കലും ഡിവൈഡ് ചെയ്ത് കൊടുക്കരുത്. എൻ്റെ ഭാര്യയ്ക്ക് പകുതി, എൻ്റെ മക്കൾക്ക് 10%, മൂത്ത മോന് 20%, ഇങ്ങനെ വീതിച്ചു കൊടുക്കാനുള്ളതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് കൊടുത്തോണ്ടിരിക്കണം ഓരോ വയസ്സ് കഴിയും തോറും. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് ഓർക്കണമേ പ്രിയമുള്ളവരെ എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. വീണ്ടും ഹന്നായുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ദൈവം അനുഗ്രഹിച്ച സ്ത്രീ സ്വന്തം സഹോദരിയായ പെനീന ആക്ഷേപിച്ചപ്പോഴും, പുരോഹിതൻ തെറ്റിദ്ധരിച്ചപ്പോഴും അവിടെ എല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ആരോടും പരാതി പറയാതെ കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു സ്ത്രീയെ ദൈവം അനുഗ്രഹിച്ചു. അവർക്ക് വേറെ 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും ദൈവം നൽകി എന്നാണ് വേദപുസ്തകം സാക്ഷിക്കുന്നത്. വീണ്ടും മക്കളെ ഹന്നായ്ക്ക് ദൈവം കൊടുക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവം അനുഗ്രഹിച്ചവൻ പിന്നെ അവൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ദൈവം അനുഗ്രഹിച്ചവൻ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. 2 പേരുണ്ട് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും, അബ്രഹാമും ലോത്തും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, നീ വലിയൊരു ജാതിയായിത്തീരും, നീ എവിടെ ചെന്നാലും അനുഗ്രഹമായിരിക്കും, നിന്നാൽ സകല തലമുറകളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം കൊടുത്തു. അബ്രഹാം തിരിഞ്ഞു നോക്കിയോ? ഇല്ല. മൊട്ടക്കുന്നുകൾ കിട്ടിയപ്പോഴും അബ്രഹാം തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അബ്രഹാമിന്റെ സഹോദരനായ ലോത്ത് തിരിഞ്ഞു നോക്കി. പ്രിയമുള്ളവരെ, ദൈവം ഒരുത്തനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, അവൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, അവൻ എവിടെ ചെന്നാലും അനുഗ്രഹമായിരിക്കും. എഫെസ്യർ ലേഖനം 3:20 നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ദൈവം നമുക്ക് നൽകുന്നു. നമ്മൾ ചോദിക്കുന്നത് മാത്രമേ ഇതുവരെ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. നമ്മൾ ചോദിക്കുന്നത് മാത്രമേ ദൈവം ഇതുവരെ നമുക്ക് തന്നിട്ടുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു കുഞ്ഞിനെ ചോദിച്ചപ്പോൾ 2 കുഞ്ഞിനെ തന്നില്ലേ? താമസിക്കുവാൻ ഭവനം മാത്രം ചോദിച്ചപ്പോൾ വലിയൊരു ഭവനം തന്നില്ലേ? സഞ്ചരിക്കുവാൻ ഒരു സ്കൂട്ടർ ചോദിച്ചപ്പോൾ കാറ് തന്നില്ലേ? നിങ്ങൾ ചോദിച്ചത് മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെയും ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ എന്നാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അപ്പം മാത്രം നമ്മൾ ജീവിക്കത്തില്ലാനോ? നമ്മൾ ചോദിക്കുന്നത് ഇത്ര മാത്രമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്താ? താമസിക്കുവാൻ ചെറിയൊരു വീട്, സഞ്ചരിക്കുവാൻ അത്യാവശ്യം ഒരു ബൈക്ക്, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ളത്.
ഇതൊക്കെയാണോ ദൈവം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഇത്രയും ആൾക്കാർക്ക് ഇതൊക്കെ ചോദിച്ചത് മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ? അല്ല, ചോദിച്ചതിനേക്കാളിലൊക്കെ ഉപരിയായിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയം ഗ്രഹിച്ചിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ഹൃദയം ഗ്രഹിച്ചിട്ടില്ല, കാത് കേട്ടിട്ടില്ല. ഓർത്തുകൊള്ളുക, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദേവാലയത്തിൽ ഞങ്ങൾ എന്തിനു വേണ്ടിയൊക്കെ വന്നു അതൊക്കെ സമർപ്പിച്ചിട്ട് ഹൃദയം തുറന്നൊന്ന് പറയണം, ദൈവമേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഈ ഹന്നായെ അനുഗ്രഹിച്ചതുപോലെ, ഈ അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവമേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. നല്ല കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടെ പ്രാർത്ഥിക്കേണ്ട വിഷയം അതാ. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യും ആ വിഷയം. കാരണം എന്താ അറിയാമോ, ഞാൻ മുമ്പേ പറഞ്ഞതാ, ഒത്തിരി കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കാതുകൊണ്ട് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്, പലപ്പോഴും കേട്ട് അനുഭവിച്ചറിയുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് നല്ല കുഞ്ഞുങ്ങളെ തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് നന്ദി പറയുന്ന ഹന്ന, ഹൃദയം തുറന്ന് ഹന്ന ഹൃദയം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് പോകുമ്പോൾ പരിപൂർണമായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവത്തിന് അസാധ്യം അതൊന്നും എനിക്കില്ല. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ എന്തിനു വേണ്ടി ഈ ദേവാലയത്തിൽ വന്നോ ആ അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് രോഗസൗഖ്യമാണോ, അത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പ്രാർത്ഥനയാണോ, എന്തായാലും ദൈവമേ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരൊറ്റ കണ്ണുനീര് ആ പരിശുദ്ധൻ്റെ ഖബറുകൾ നിങ്ങളുടെ കണ്ണിൽ വീഴണം. വീണ് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഈ ദേവാലയത്തിന് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഇടവക കൽക്കട്ട ഭദ്രാസനത്തിലെ പാട്ന എന്ന സ്ഥലത്താണ്, ബീഹാറിൻ്റെ തലസ്ഥാനമാണ്. ഒരു സ്കൂളും പള്ളിയൊക്കെയും പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെയും കേരളത്തിന് വെളിയിൽ വർക്ക് ചെയ്യുന്ന സഭയ്ക്ക് വേണ്ടിയും കേരളത്തിൽ വർക്ക് ചെയ്യുന്ന അച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ ഓർക്കണമേ എന്ന അപേക്ഷയുണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റിയ സ്ഥലം ദേവാലയമാണ്. ഇവിടുന്ന് തീരുമാനങ്ങളെടുത്ത് ദൈവാത്മാവ് നിറഞ്ഞ് പോകുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവയുടെ